സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ പറ്റിയാണ്. സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് മാനിഫെസ്റ്റേഷൻ. അത് ചെയ്യാനുള്ള കുറേ എന്താ പറയുക ടെക്നിക്സ് ഉണ്ട്, കുറേ വേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് റിയൽ ആണോ? ഇതൊക്കെ സത്യമാണോ? സത്യമായിട്ട് ഇതൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ ചിലവരൊക്കെ ലൈഫിൽ നടക്കും, ചിലർക്ക് നടക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നടക്കുമോ? അങ്ങനെ ഭയങ്കര ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുമായിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാനിഫെസ്റ്റേഷൻ റിയൽ ആണോ? അതെ, മാനിഫെസ്റ്റേഷൻ റിയൽ ആണ്. ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെ? നമ്മൾ ഭയങ്കര എന്താ പറയുക കോൺഷ്യസ് ആയിട്ട് ഇത് കിട്ടണം, ഇന്ന് കിട്ടണം, നാളെ കിട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇത് കിട്ടുമോ? കിട്ടത്തില്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് എ പ്രാർത്ഥന പോലെ. സോ ഇപ്പം നമുക്കൊരു സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു ബാഗ് കിട്ടണം. പക്ഷെ ആ ബാഗിന് മേടിക്കാനുള്ള പൈസ ഇപ്പം എൻ്റെ അടുത്തില്ല. പക്ഷെ ആ ബാഗ് അവിടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എനിക്ക് കിട്ടും? ആ ബാഗ് ഞാൻ എന്നും എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്, എനിക്ക് ആ ബാഗ് കിട്ടണം. പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം എനിക്ക് ആ ബാഗ് കിട്ടത്തില്ല അല്ലേ? ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ആഗ്രഹിക്കുകയും വേണം, വർക്കും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സാധനം, നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം കിട്ടത്തുള്ളൂ. കറക്റ്റ് അല്ലേ? സോ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഫോർട്ട് ഇടുകയാണ്. നമുക്ക് ആ ഒരു ഐറ്റം കിട്ടാൻ വേണ്ടി നമ്മൾ എഫോർട്ടും കൂടി ഇടുന്നുണ്ടെങ്കിൽ അതാണ് മാനിഫെസ്റ്റേഷൻ. പക്ഷേ ഇന്ന് തന്നെ കിട്ടണം അല്ലെങ്കിൽ നാളെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. എന്ത് വേണം? ടൈം എടുക്കും. ഓരോ സംഭവത്തിനും അതിൻ്റേതായ ഒരു ടൈം ഉണ്ടെന്ന് പറയില്ലേ? അതുപോലെ ഓരോ കാര്യം നടക്കാനും ഒരു ടൈമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എനിക്ക് അത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് മാർക്ക് കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഫുൾ A+ കിട്ടിയ ടൈമിൽ എനിക്കെന്താ 4, 5, 6 A+ അങ്ങനെയായിരുന്നു. എനിക്ക് A+ൻ്റെ എണ്ണം കുറവായിരുന്നു, പെർസെൻറ്റേജും കുറവായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ സ്റ്റാൻഡേർഡ് ഒരു മാർക്കായിരുന്നു, പക്ഷേ അവരെക്കാളും കുറവായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്നായിക്കോട്ടെ, എൻ്റെ ഇപ്പം പള്ളിയിലുള്ളവരായിക്കോട്ടെ, എല്ലാവരും ഒരുമാതിരി, എൻ്റെ കസിൻസ് ആയിക്കോട്ടെ, ഇവളെന്താ, കാരണം ഞാൻ ഒരു പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷേ മാർക്ക് കുറഞ്ഞു പോയി. എൻ്റെ ഓവർ കോൺഫിഡൻസ് ആണോ അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളതാണോ എനിക്കറിയില്ല, പക്ഷെ മാർക്ക് കുറഞ്ഞു. അന്നേരം എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ഒരുമാതിരി ആക്കിയപ്പോൾ എനിക്കാകെ സങ്കടമായി. ഡിപ്രഷൻ എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഡിപ്രഷൻ ഒന്നും ആയില്ല, വിഷമമായി. ഇങ്ങനെ ഞാൻ വിചാരിച്ചു, +2 എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ നല്ല മാർക്ക് മേടിച്ചിരിക്കും. പിന്നെ എനിക്കൊരു വാശിയായി. പിന്നെ അത് എപ്പോഴും ഈ 10th മാർക്ക് കുറഞ്ഞു എന്നുള്ള സാധനം എന്തായി, എൻ്റെ തലയിലേക്ക് അങ്ങ് ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ +1 കയറി. +1 എന്ന് വെച്ചാൽ എനിക്ക് അത്ര നല്ല സ്കൂളല്ല കിട്ടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ സ്കൂളേ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പതിയെ ഞാൻ അതിനകത്ത് യൂസ് ടു ആയി, അങ്ങനെ റെഡിയായി. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ അവിടെ ഒരു ബാനറുണ്ട്. സോ ആ ബാനറിൽ അതായത് പ്രീവിയസ് ഇയറിൽ ഫുൾ A+ അല്ലെങ്കിൽ 9A+, ഐ മീൻ 9A+ അല്ല, 6 സബ്ജക്റ്റ് ആണല്ലോ, 5A+ അല്ലെങ്കിൽ 90+ മാർക്ക് കിട്ടിയ പിള്ളേരെ ബാനറിൽ ഫോട്ടോ വെക്കും. അപ്പം ഞാൻ എന്നും പോകുന്ന ടൈമിൽ ആ ഫോട്ടോയിൽ നോക്കി പറയും, നെക്സ്റ്റ് ഇയർ ഈ ബാനർ ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ ഫോട്ടോ ഉണ്ടാവും. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ പറയും, തിരിച്ചു വരുമ്പോൾ പറയും. ഞാൻ എല്ലാ ദിവസവും, അതായത് +1 മുതൽ 2 കൊല്ലം, +1 +2 അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ആ ബാനറിൽ നോക്കിയിട്ട് പറയും, അടുത്ത കൊല്ലം ഈ ബാനർ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ ഇതിനകത്തുണ്ടാവും. അങ്ങനെ ഞാൻ 2 വർഷം പറഞ്ഞു. പറയുക മാത്രമാണോ? അല്ല, ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ പഠിച്ചു. എനിക്ക് ഈ ഒരു സാധനം ഞാൻ എന്നും പറയുമ്പം എന്തായി, എൻ്റെ തലയിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി കയറാൻ തുടങ്ങി. ഓക്കെ, +2 നല്ല മാർക്ക് വേണം. സോ അങ്ങനെ ഞാൻ 2 കൊല്ലം പറഞ്ഞ് ഞാൻ കുളിക്കാൻ നേരത്ത് ഞാൻ എന്താ ചെയ്യാന്നറിയോ? കുളിക്കാൻ നേരത്ത് ഞാൻ പറയും, ഞാനിങ്ങനെ ഫുൾ A+ മേടിച്ച പിള്ളേർക്ക് ആദരവ് കൊടുക്കുമല്ലോ, അന്നേരം സ്പീച്ച് പറയണമല്ലോ. അപ്പം ഞാൻ ആ സ്പീച്ച് ഞാൻ കുളിക്കാൻ നേരത്ത്, ഓക്കെ എനിക്ക് കിട്ടാമെങ്കിൽ നിങ്ങൾക്കൊക്കെ കിട്ടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്പീച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ആ മാർക്ക് എന്നുള്ള സാധനം എൻ്റെ തലയിലേക്ക് ഇങ്ങനെ അടിച്ച്, അങ്ങനെ ഇത് മാത്രമായി എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്കും ചെയ്തു,
അതുപോലെ തന്നെ ഡെയിലി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴൊക്കെ ആ വഴി കൂടെ ഞാൻ ഇപ്പം ടൗണിൽ പോവുകയാണെങ്കിലും അപ്പോഴും ഞാൻ പറയും അടുത്ത കൊല്ലം ഈ സാധനം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയും. അങ്ങനെ എന്തായി, കിട്ടി ഗൈസ്. അങ്ങനെ എനിക്ക് കിട്ടി. അങ്ങനെ കിട്ടിയിട്ട് എനിക്ക് എത്ര 90.5 ആയിരുന്നു, കറക്റ്റ് 90.5 മാർക്ക് കിട്ടി. അപ്പോൾ 90+ കിട്ടുന്നവർക്ക് എന്താണ് ബാനറിൽ ഫോട്ടോ വെക്കാം. അങ്ങനെ എൻ്റെ മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞു, അനീന ഒരു ഫോട്ടോ അയക്കോ ബാനറിൽ വെക്കാൻ. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. ഞാൻ ഇപ്പം അയച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ ഫോട്ടോ അവിടെ വന്നു. അപ്പോൾ എനിക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഫോട്ടോ പോകുമല്ലോ, ഇങ്ങനെ ഈ സ്കൂളിൽ ഇത്ര 90+ കിട്ടിയ പിള്ളേരെ അതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ഒരു സംഭവം. ഇതുപോലെ സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അതിലൊന്നാണിത്. അപ്പം മാനിഫെസ്റ്റേഷൻ ഒരിക്കലും ഫേക്ക് അല്ല, ഇത് റിയൽ ആണ്, ശരിക്കും റിയൽ ആണ്. കാരണം ആ +1 +2 ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവത്തിലേക്കൊന്നും എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും എൻ്റെ ആഗ്രഹമായിരുന്നു അത്. അപ്പം എൻ്റെ ആഗ്രഹം ആയതുകൊണ്ട് ഞാനത് നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എഴുതുമായിരുന്നു ഡയറിയിൽ. ഞാൻ ഇങ്ങനെ ഡയറിൻ്റെ ബാക്കിൽ എഴുതും, ഞാൻ നല്ല സ്കൂളിൽ പഠിക്കും, ഞാൻ നല്ല കോളേജിൽ പഠിക്കും, എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി എന്നിട്ട് എനിക്ക് +2 കഴിഞ്ഞ് അത്ര മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ദേവഗിരി കോളേജിൽ കിട്ടി. ദേവഗിരി കോളേജിൽ കിട്ടിയപ്പോൾ എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. സോ ഇതൊക്കെ ഒരു നല്ല ലൈഫ് നമ്മൾ ആഗ്രഹിക്കുമ്പം നമുക്ക് കുറേ നല്ല സാധനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ പക്ഷേ ഹാർഡ് വർക്കും വേണം, നമ്മൾ ആഗ്രഹിക്കണം നല്ല കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അത്രത്തോളം നമ്മുടെ അടുത്തേക്ക് വരും പറയുന്നത് കറക്റ്റാണ്, അതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് പ്യുവർ ആയിരിക്കണം. നിങ്ങൾക്ക് ഇപ്പം വേറൊരാളോട് ഇപ്പോൾ അവനത് കിട്ടി അപ്പം എനിക്കത് കിട്ടണം, അങ്ങനെ ജലസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പം പണിപാളി പോകും ഗൈസ്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻറ്റൻഷൻസ് പ്യുവർ ആയിരിക്കണം. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ചീത്ത സംഭവങ്ങൾ തന്നെ നമ്മുടെ ലൈഫിൽ വരും. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ +2 പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം +2 കഴിഞ്ഞിട്ട് എന്നുള്ള കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ക്രൈസ്റ്റിൽ കിട്ടിയില്ല, പക്ഷെ എനിക്ക് എവിടെ കിട്ടി, ദേവഗിരിയിൽ കിട്ടി. പക്ഷെ ക്രൈസ്റ്റിൽ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് ക്രൈസ്റ്റിൽ കയറാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതായത് ഞാൻ അഡ്മിഷൻ കൊടുത്തു, പക്ഷേ ഇൻ്റർവ്യൂവിന് കോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോൾ എടുത്തില്ല. കാരണം അത് ആ സമയത്ത് നമുക്ക് കോവിഡ് വന്നതുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു. സോ അതുകൊണ്ട് എൻ്റെ ആ ഒരു ആഗ്രഹം തന്നെ അങ്ങോട്ട് മാറിപ്പോയി. പക്ഷെ ദേവഗിരി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ്, കാലിക്കറ്റുള്ള തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് ദേവഗിരി കോളേജ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ +2 ഡിഗ്രി കഴിഞ്ഞപ്പം എനിക്ക് ക്രൈസ്റ്റ് അങ്ങനെ ഒരു സാധനമേ എൻ്റെ മനസ്സിലില്ല കേട്ടോ. അതൊക്കെ ഞാൻ വിട്ടു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കണ്ടെന്നായി. എനിക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് നമുക്ക് മനസ്സിലാവാനും നമ്മൾ പുറത്ത് പോയി പഠിക്കണം അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എവിടെ പോവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ബാംഗ്ലൂരാണ്. അങ്ങനെയാണ് എനിക്ക് ബാംഗ്ലൂരിലേക്ക് ഞാൻ വരാം, ബാംഗ്ലൂരിലേക്ക് ഇൻറ്റേൺഷിപ്പിന് വരാം എന്നുള്ളൊരു പ്ലാൻ വരുന്നത്. പക്ഷെ അപ്പോഴും ഇതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇൻ്റർവ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരെണ്ണം കിട്ടി, അതാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഞാൻ 1 ഇയർ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ക്രൈസ്റ്റിൽ പഠിക്കാം എന്നുള്ളൊരു സാധനം വരുന്നത്. സോ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, എനിക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇവിടെ നമ്മുടെ മെൽബിൻ സാറുണ്ട്, പുള്ളിയാണ് ഇവിടുത്തെ CEO, സെർണിറ്റീൻ്റെ CEO ആണ് പുള്ളി. പിന്നെ സെർണിറ്റി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം സാറാണ് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടെ ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ സംസാരിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ ആദിൽ സാറുണ്ട്. ആദിൽ സാറും എൻ്റെ സെയിം കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ആദിൽ സാറും കുറേ ഹെൽപ്പ് ചെയ്തു, എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ഞാൻ കുറേ, പിന്നെ അതുപോലെ തന്നെ കുറേ ഇൻ്റർവ്യൂസ് കേട്ടു.
പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ നെറ്റിൽ നോക്കി എഴുതി പഠിക്കുകയായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പേടിയുള്ളൊരു സംഭവം വരെ ഇല്ല. എന്നിട്ട് ഞാൻ ഓരോന്നൊക്കെ ഇരുന്ന് എഴുതി പഠിക്കും. എന്നിട്ട് ഞാൻ പറയും ഓക്കെ ഇത് കിട്ടും, കിട്ടാണ്ട് എന്താ കിട്ടും. അങ്ങനെ ഞാൻ കിട്ടും എന്ന് ഞാൻ സ്വന്തം ബിലീവ് ചെയ്തു. എന്നിട്ട് ഞാൻ ബുക്കിൽ എഴുതും, ഞാൻ താങ്ക് യു, നമ്മൾ ഗ്രേറ്റ്ഫുൾ ഇത് എഴുതാമെന്ന് പറയില്ല, ഗ്രേറ്റ്ഫുൾ ജേർണൽ. അപ്പോൾ ഞാൻ എഴുതും താങ്ക് യു ജീസസ്, എനിക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതിന് താങ്ക് യു. ഞാൻ ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്നെ എഴുതാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിന് താങ്ക് യു ജീസസ്, നല്ല ഫ്രണ്ട്സിനെ തന്നതിന് താങ്ക് യു ജീസസ്, ഞാൻ അവിടെ പോയിരുന്ന് പഠിക്കുന്നുണ്ട് ദൈവമേ താങ്ക് യു. ഇതൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇൻ്റർവ്യൂവിന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ദൈവമേ താങ്ക് യു. അങ്ങനെ ഞാൻ ഒരു ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും നടന്നതും നടക്കാത്തതുമായിട്ട് ഉള്ള എല്ലാത്തിനും ഞാൻ താങ്ക് യു പറയുമായിരുന്നു. ഇവിടെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഈ സാധനം കണ്ടില്ലേ, അതൊക്കെ ഒരു പോസിറ്റീവ് സാധനങ്ങളാണ്. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പോസിറ്റിവിറ്റി ഫസ്റ്റ് നമ്മൾ ഇറക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിനെ അങ്ങോട്ട് പിടിക്കണം. ദൈവത്തിനെ മുറുക്കെ പിടിച്ച് പോസിറ്റിവിറ്റി ഇറക്കി കഴിഞ്ഞ് ഫുൾ താങ്ക് യു കൂടെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പൊളിക്കും ഗൈസ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുക. സോ നിങ്ങൾക്കിപ്പം പിന്നെ 11 പലർക്കും അറിയാവുന്ന കാര്യമാണ് 11 വിഷ് ചെയ്യുക. സോ ഞാൻ എന്നും വിഷ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ കാണുമ്പോൾ ഞാൻ വിഷ് ചെയ്യാറുണ്ട് 11. പക്ഷെ എനിക്കതൊക്കെ ഒരു ചെറിയൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ വിഷ് ചെയ്യും. ചിലത് നടക്കും, ചിലത് നടക്കില്ല. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നൊരു സമയമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സാധനം നമുക്ക് കിട്ടേണ്ട ഒരു ടൈമുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഡിലേ ആവുകയാണ്, നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതോടെ വെച്ചിട്ട് ശരി പോട്ടെ ബൈ എന്ന് പറഞ്ഞ് പോകരുത്. നമ്മളത് വിശ്വസിക്കണം, നമുക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടി എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും അത് കിട്ടും. പിന്നെ വേറൊരു സംഭവമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ 10th പഠിക്കുമ്പോഴാണ്. ഡോക്ടർ PP വിജയൻ എന്ന് പറയുന്നൊരു സാറുണ്ട്. പുള്ളീൻ്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടു, ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവരാണ് ഫസ്റ്റ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് പറഞ്ഞു തരുന്നത്. സോ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങളുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പം പിൻട്രസ്റ്റിൽ നിന്നായിക്കോട്ടെ, ഇപ്പം മാഗസീൻസിൽ നിന്നായിക്കോട്ടെ, നമുക്ക് കുറേ പേപ്പർ കട്ടിങ്സ് കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് എന്താക്കാം, കട്ട് ചെയ്ത് ഒട്ടിക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ക്യാൻവയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. സോ അതുപോലെ ഒരു വിഷൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ, ഇത് നമുക്ക് ഈ ഒരു വർഷം ഇതെനിക്ക് കിട്ടണം, ഇത് നടക്കണം അങ്ങനെ പറഞ്ഞ് എഴുതി വെച്ചാൽ എന്താണ്, നമുക്കത് കിട്ടും എന്നാണ് വിഷൻ ബോർഡ് പറയുന്നത്. സോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് കിട്ടിയതുകൊണ്ട്, പക്ഷേ നടക്കാൻ പോകുന്നതുകൊണ്ട്, അതായത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എഴുതി 2025 ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകും എന്ന് പറഞ്ഞ് തന്നെ എഴുതി കഴിഞ്ഞാൽ അത് 2025 തന്നെ നടക്കണമെന്നില്ല. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ അത് നടക്കും അല്ലേ, നടക്കും എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കും. അപ്പോൾ അതങ്ങ് നടക്കും. അത് ചിലപ്പോൾ എൻ്റെ ടൈം എന്ന് പറയുന്നത് 2025 ആയിരിക്കില്ല, ചിലപ്പോൾ 2026 ആയിരിക്കും. അപ്പം ഞാൻ എക്സാമ്പിളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഞാനത് വിശ്വസിക്കുകയാണ്. ഒരു ദിവസം അത് നടക്കും. അപ്പോൾ അതെന്തായാലും നടക്കും. ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാണ്ടിരിക്കില്ലല്ലോ, ഞാൻ പോവും. അപ്പം ഞാൻ പോയി. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കാൻ നേരത്തെ ഞാൻ ആലോചിക്കും, ഞാൻ ഇങ്ങനെ പോകുന്നു, അവിടെ പാരീസിൻ്റെ മുന്നിൽ കൂടെ കറങ്ങുന്നു, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്ത് വേണേലും വിചാരിക്കാം അല്ലേ. നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനാണ് തന്നേക്കുന്നത്, ഈ തല തന്നേക്കുന്നത് എന്തിനാണ്, നമുക്ക് വിചാരിക്കാനാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് വിചാരിക്കാം, പക്ഷെ അത് നല്ല കാര്യങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ വിഷൻ ബോർഡൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളൊരു ജേർണലൊക്കെ ചെയ്യുവാണെങ്കിൽ, അത് താങ്ക് യു ഒക്കെ എഴുതുവാണെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 2026 ഞാൻ ഇതൊക്കെ ചെയ്യും അല്ലെങ്കിൽ ചെയ്തു, ഞാൻ ഇതൊക്കെ ഓൾറെഡി ഞാൻ അച്ചീവ് ചെയ്തു, എൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ 2026 എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി, താങ്ക് യു ജീസസ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ജീസസിൽ വിശ്വസിക്കുന്ന ആളല്ലെങ്കിൽ താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ ഇപ്പോൾ താങ്ക് യു കൃഷ്ണ ആണെങ്കിൽ കൃഷ്ണ, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. അല്ലെങ്കിൽ അള്ളാഹ്. നന്ദി നമ്മൾ എത്രത്തോളം പറയുന്നോ അത്രത്തോളം നമ്മുടെ അടുത്തേക്ക് ആ സാധനങ്ങൾ വരും. അത് ഒരു സത്യമുള്ള സംഭവം കഴിച്ചു. ഞാൻ വെറുതെ എന്തോ പറയണല്ലോ എന്ന് വിചാരിച്ച് പറയല്ല. നമ്മൾ എത്രത്തോളം താങ്ക് യു പറയുന്നു, എനിക്ക് നല്ല മെൻ്റൽ ഹെൽത്ത് തന്നെ നന്ദി ദൈവമേ എന്ന് പറഞ്ഞാൽ, ഞാൻ നന്ദി പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനത് ആവുകയാണ്. അപ്പം നമ്മൾ ലോ ആയി പോകുന്ന ടൈമുണ്ട്,
നമ്മൾ അതായത് നല്ല അടിപൊളിയായിട്ട് പോകുന്ന ടൈമുണ്ട്. അപ്പോൾ അടിപൊളിയാകുമ്പോഴാണെങ്കിലും ലോ ആയിട്ടിരിക്കുകയാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ലൈഫിൽ താങ്ക് യു എന്നൊരു സംഭവം പറയുവാണെങ്കിൽ നമ്മളിലേക്ക് ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് വെറുതെ പറയുന്ന സംഭവമല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 21 days ചാലഞ്ച് എടുത്ത് നിങ്ങളൊന്ന് താങ്ക് യു പറഞ്ഞു നോക്കുക. കാരണം ഞാൻ ഈ താങ്ക് യു പറയാൻ തുടങ്ങിയത് 2021 മുതലാണ്. അതിന് മുന്നേ വരെ ഞാൻ കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴോ ഞാൻ താങ്ക് യു പറയുന്ന ഒരാളല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവമേ അറിയത്തില്ല. പക്ഷെ ഞാൻ എന്ന് മുതൽ ഞാൻ താങ്ക് യു ജീസസ്, കിടക്കാൻ നേരത്തെ ഞാൻ പറയും താങ്ക് യു ദൈവമേ എനിക്ക് ഇങ്ങനത്തെ ഒരു ദിവസം തന്നേന് എൻ്റെ ദൈവമേ നന്ദി എന്ന് ഞാൻ എന്ന് മുതൽ പറയാൻ തുടങ്ങിയോ ഞാൻ അടിപൊളിയാവാൻ തുടങ്ങി. കാരണം എൻ്റെ ലൈഫിലേക്ക് ഞാൻ വേണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ വരാൻ തുടങ്ങി. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു പറയുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എല്ലാത്തിനും. നല്ലൊരു അപ്പനെയും അമ്മേനെയും തന്നേല്, നല്ലൊരു വീട് തന്നേല്, കാരണം വീടില്ലാത്ത എത്രയോ പിള്ളേരുണ്ട്. നല്ല സിബ്ലിങ്ങിനെ തന്നേന്, അല്ലെങ്കിൽ നല്ല ഒരു കാറ് തന്നേന്, നല്ല ഫുഡ്. നമ്മൾ എന്ത് ഫുഡ് കിട്ടിയാലും നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ പറയണം താങ്ക് യു ജീസസ്, എനിക്ക് ഇന്ന് ഈ ഫുഡ് തന്നേന്. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കറിയായിരിക്കും, പക്ഷേ എന്താണ്, ഇതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചിട്ട് എന്ത് കിട്ടിയാലും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് കഴിക്കുക, താങ്ക് യു പറയുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ യൂണിവേഴ്സായിട്ട് നമുക്ക് കൊണ്ടുതരും. ഓക്കെ, സോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സോ നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്, കമൻറ്റ് ചെയ്യണം. നമുക്കതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഓക്കെ, ബായ്, അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ഗൈസ്.